മോൾക്ക് ഫെബ്രുവരി 2022 വെച്ച് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. കാർ വന്ന് ഇടിച്ചായിരുന്നു. അപ്പം കുഞ്ഞിനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിരുന്നു. 1% പോലും കുട്ടിയെ തിരിച്ചു കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. കിട്ടിയാൽ തന്നെ 15 വർഷം കോമയിലായിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ പിന്നെ ഒരു സർജറി കഴിഞ്ഞു. പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അവിടെ വെച്ച് എനിക്ക് ആദ്യമായിട്ട് കൃപാസനമാതാവിൻ്റെ ഒരു പത്രം കിട്ടുന്നത്. അവിടെ വെച്ച് ഞാനത് വായിച്ചു നോക്കുകയും അത് സാക്ഷ്യങ്ങൾ മുഴുവൻ വായിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ ഇതായിട്ട് തന്നെ തിരിച്ചു തരണം മാതാവെ നന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി. അത് പല ഹോസ്പിറ്റലുകാരും കുഞ്ഞിനെ എടുക്കുന്നില്ലായിരുന്നു. ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നപ്പം സ്കള്ള് റിമൂവ് ചെയ്തായിരുന്നു. അവരത് ഫ്രീസറിൽ സൂക്ഷിച്ചായിരുന്നു. അവരോട് പ്രാർത്ഥിച്ച ശേഷം അമൃത ഹോസ്പിറ്റലുകാർ കുഞ്ഞിനെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്കള്ള് എടുത്തിട്ട് കുഞ്ഞിനെ തിരിച്ചത് റീപ്ലേസ് ചെയ്ത് വെച്ചു. അപ്പോഴും കോമയിൽ തന്നെ ആയിരുന്നു. 3 മാസത്തോളം കോമയിൽ തന്നെ ആയിരുന്നു. അവർ എന്നിട്ട് അത് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. വീട്ടിൽ ഇരുന്ന സമയത്തും എനിക്ക് അടുത്തുള്ള ഒരു ചേച്ചി ഉടമ്പടി തൈലം തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ കുഞ്ഞിൻ്റെ നാക്കിൽ തേക്കവും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ പ്രാർത്ഥന കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ അന്നാണ് കുഞ്ഞ് ആദ്യമായിട്ട് കൈവിരൽ അനക്കി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇവിടെ 2022 സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമായിരുന്നു. എടുത്ത ശേഷം കുഞ്ഞിന് പയ്യെ മാറ്റങ്ങളെല്ലാം വന്നു തുടങ്ങി. 3 വർഷം ഞാൻ ഉടമ്പടി ഞാൻ പുതുക്കി. പിന്നെ ഇപ്പം എൻ്റെ കുഞ്ഞ് ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി ഒരു സർജറിയും കൂടെ വേണം. അത് അമ്മ മാതാവ് സർജറി കൂടാതെ തന്നെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് സൗഖ്യം തരുമെന്ന് ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനും ഈശോയോടും 1000 കോടി നന്ദി.